ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിന് 1-ാമത്തെ വാക്യത്തിലാണ് ഏലിയാവ് എന്ന പ്രവാചകനെ നമ്മൾ കാണുന്നത്. അതിന് മുന്നേ ഒരിടത്ത് ഏലിയാവ് എന്ന വ്യക്തിയെ കുറിച്ച് നമ്മൾ കേൾക്കുന്നില്ല. ഗിലെയാദിൽ നിന്നുള്ള തിശ്ബ്യനായ, ഇത്രയേ ഉള്ളൂ. അപ്പന്റെ പേരില്ല, അമ്മയുടെ പേരില്ല, കുടുംബ പേരില്ല, ഒന്നുമില്ല. ഗിലെയാദിൽ നിന്നുള്ള തിശ്ബ്യനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ് ഞാൻ പറഞ്ഞല്ലാതെ ഞാൻ ഇന്ന് വരെ പറയാത്തൊരു ദൂത് ഞാൻ വിളിച്ചു പറയാം. ഒരു ഐഡന്റിറ്റിയും ഇല്ലാത്തവരായിരിക്കും നീ, ഒരു കുടുംബ പാരമ്പര്യവും ഇല്ലാത്തവരായിരിക്കും നീ. പക്ഷെ ഇന്ന് പകൽ കർത്താവ് ഇങ്ങനെ നിന്നെ നോക്കി പറയുന്നു, എന്റെ ശുശ്രൂഷയിൽ നിന്ന് ഞാൻ നിനക്കൊരു ഐഡന്റിറ്റി തരാൻ പോവാ. ഞാൻ നിന്നെ ഏൽപ്പിക്കുന്ന ദൂതാണ് നിനക്ക് ഉള്ള ഐഡന്റിറ്റി. ചിലർ പറയും IPC, AG, നമ്മുടെ ഗോസ്പല, ചർച്ച് ഓഫ് ഗോഡ്, ഇങ്ങനെ ഒത്തിരി ഐഡന്റിറ്റികൾ പറയും. ആ പേരിലാണ് ചിലർ അറിയപ്പെടുന്നത്, ആ പേരിലാണ് ചിലർ പ്രശസ്തരാകുന്നത്, ആ പേരിലാണ് ചിലർ ലോകം അറിയുന്നത്. പലർക്കും പലതും പറയാൻ, ഐഡന്റിറ്റിയായി കാണിപ്പാൻ പലതും ഉള്ളപ്പോൾ ഒരു ഐഡന്റിറ്റിയും ഇല്ലാത്ത ഒരുത്തൻ ഇറങ്ങി നിന്ന് പറയുക, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യത്തില്ല. വേറെ ഒരു ഐഡന്റിറ്റിയും നിനക്ക് വേണ്ട. എന്റെ ശുശ്രൂഷയാണ് ഞാൻ നിനക്ക് തരുന്ന ഐഡന്റിറ്റി. ഈ ശുശ്രൂഷയിൽ ഞാൻ നിന്നെ മാനിക്കും, ഞാൻ നിന്നെ നിർത്തും, ഞാൻ നിന്നെ ആദരിക്കുമെന്ന്